ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ 18ാം സീസണിലെ കരുത്തരുടെ പോരാട്ടത്തിൽ മുംബൈ ഇന്ത്യൻസിനെ ചെന്നൈ സൂപ്പർ കിങ്സ് തോൽപ്പിച്ചിരിക്കുകയാണ്. 4 വിക്കറ്റിനാണ് CSKയുടെ ജയം. ആദ്യം ബാറ്റ് ചെയ്ത മുംബൈ 9 വിക്കറ്റിന് 155 റൺസ് എടുത്തപ്പോൾ മറുപടിക്കിറങ്ങിയ CSK 5 പന്തും 4 വിക്കറ്റും ബാക്കിയാക്കിയാണ് വിജയം നേടിയത്. ആദ്യം മത്സരത്തിൽ തോറ്റു തുടങ്ങുന്ന ശീലം ഇത്തവണയും മുംബൈ തെറ്റിച്ചിട്ടില്ലെന്നാണ് എടുത്തു പറയേണ്ടത്. ബൗളർമാർ കരുത്തു കാട്ടിയ മത്സരത്തിൽ ജയിച്ചു കയറാൻ CSKക്ക് സാധിച്ചു. CSKക്കെതിരായ മത്സരത്തിൽ മുംബൈയുടെ രോഹിത് ശർമ്മ നിരാശപ്പെടുത്തുന്ന പ്രകടനമാണ് നടത്തിയത്. ഓപ്പണറായി ഇറങ്ങിയ ഹിറ്റ്മാൻ 4 പന്ത് നേരിട്ട് അക്കൗണ്ട് തുറക്കാതെയാണ് പുറത്തായത്. ഇതോടെ IPL-ൽ കൂടുതൽ തവണ ഡെക്കാവുന്ന താരമെന്ന നാണക്കേടിൽ തലപ്പത്തേക്ക് എത്തേണ്ടതായും വന്നു. മത്സരത്തിൽ രോഹിത് ശർമ്മയെ മുംബൈ ഫീൽഡിങ്ങിന് ഉപയോഗിച്ചില്ല. ബാറ്റിംഗിന് ശേഷം ഇമ്പാക്ട് പ്ലെയറായി വിഘ്നേഷ് പുത്തൂർ എത്തിയപ്പോൾ രോഹിത് പുറത്തിരുന്നു. ഇപ്പോഴിതാ മുംബൈക്കെതിരെ വിമർശനവുമായി ആരാധകർ രംഗത്തെത്തിയിരിക്കുകയാണ്. 5 തവണ മുംബൈക്ക് കപ്പ് നേടിക്കൊടുത്ത നായകന് വിലയില്ലേ എന്നാണ് ആരാധകർ ചോദിക്കുന്നത്. രോഹിത് ശർമ്മയെ മുംബൈ കളത്തിൽ ഇറക്കണമെന്നായിരുന്നു ആരാധകർ പറയുന്നത്. CSK ഭയക്കുന്ന എന്തെങ്കിലും നായകനുണ്ടെങ്കിൽ അത് രോഹിത് ശർമ്മയാണ്. ഹാർദിക് പാണ്ഡ്യയുടെ അഭാവത്തിൽ സൂര്യകുമാർ യാദവാണ് മുംബൈയെ നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ രോഹിത് ശർമ്മ സൂര്യയ്ക്ക് കരുത്തു പകരാൻ ഫീൽഡിംഗിൽ വേണമായിരുന്നുവെന്നാണ് ആരാധകർ പറയുന്നത്. രോഹിത്തിന്റെ അനുഭവ സമ്പത്ത് വില കൊടുത്താൽ കിട്ടുന്നതല്ല. ബൗളിംഗ് ചേഞ്ചിലും ഫീൽഡ് വിന്യാസത്തിലും രോഹിത്തിന്റെ നിർണായക നീക്കം മത്സരത്തെ തന്നെ മാറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെ രോഹിത്തിനെ പോലെ 5 തവണ IPL കിരീടം നേടിയ ക്യാപ്റ്റനെ ഫീൽഡിംഗിൽ ഇറക്കാത്തത് മുംബൈ ടീം മാനേജ്മെന്റിന്റെ ചതിയാണെന്നും രോഹിത്തിന് അർഹിച്ച പിന്തുണ ടീം നൽകുന്നില്ലെന്നുമാണ് ആരാധകർ ആരോപിക്കുന്നത്. രോഹിത്തിനെ ഈ സീസണോടെ ഒഴിവാക്കാനുള്ള നീക്കമാണ് മുംബൈ നടത്തുന്നതെന്നും ആരാധകർ ചൂണ്ടിക്കാട്ടി. രോഹിത് ശർമ്മയെ മുംബൈ അപമാനിക്കുമ്പോൾ CSK MS ധോണിയെ എങ്ങനെയാണ് പരിഗണിക്കുന്നതെന്ന് കണ്ട് പഠിക്കണമെന്നാണ് ആരാധകർ പറയുന്നത്. രോഹിത് ശർമ്മ മുംബൈയെ ഇന്നത്തെ മുംബൈയാക്കിയ നായകനാണ്. ഇന്ത്യയെ തുടർച്ചയായി 2 ICC ട്രോഫികളിലേക്ക് നയിച്ച ക്യാപ്റ്റനാണ് രോഹിത് ശർമ്മ. എന്നിട്ട് മുംബൈ രോഹിത്തിനെ അപമാനിക്കുന്നു. സൂര്യകുമാർ യാദവിന്റെ ക്യാപ്റ്റൻസി മികച്ചതാണെങ്കിലും MS ധോണിയെ പോലെയുള്ള ഒരു ഇതിഹാസ നായകന്റെ ചിന്തകളെ മറികടക്കണമെങ്കിൽ വലിയ അനുഭവ സമ്പത്തുള്ള നായകനെ തന്നെ ആവശ്യമാണ്. ധോണിയുടെ നിലവാരത്തോട് കടപിടിക്കാൻ രോഹിത്തിനെ സാധിക്കൂ. സൂര്യക്കൊപ്പം രോഹിത്തും കളത്തിലുണ്ടായിരുന്നെങ്കിൽ മത്സരം ചിലപ്പോൾ മാറുമായിരുന്നു. എന്നാൽ രോഹിത്തിൽ വിശ്വാസം അർപ്പിക്കുന്നില്ലെന്നത് ദൗർഭാഗ്യകരമാണെന്ന് ആരാധക പക്ഷം പറയുന്നു.